സാധനം തന്നെ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഈ സാലഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ സവോള വേണം, മല്ലിയില വേണം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാന്ന്. ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം കുക്കുംബർ ഒന്ന് പീൽ ചെയ്തെടുക്കുക. ഞാനിവിടെ പീലർ വെച്ചിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത്. അത് മാങ്ങ അല്ലെങ്കിൽ ക്യാരറ്റ്, കുമ്പളങ്ങ ഇങ്ങനെ എന്ത് സാധനവും നമ്മൾ കത്തിയും കൊണ്ട് അതിൻ്റെ തൊണ്ട് മാറ്റിയെടുക്കുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം ഇങ്ങനെ പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുന്നതാണ്. കുക്കുംബർ ഒന്ന് പീൽ ചെയ്തെടുക്കുക. ഈ പീൽ ചെയ്തെടുത്ത കുക്കുംബർ വളരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കുക്കുംബറിൻ്റെ ഉള്ളിൽ സീഡൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കുക്കുംബർ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സവോള ചോപ്പ് ചെയ്തെടുക്കുക. ഈ സവോള ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സവോളേനെ 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പീസ് എടുത്തിട്ട് ഈ സവോളയുടെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ കട്ട് ചെയ്യരുത്. ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടും. ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. സവോളയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കുംബറിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകും നല്ല ചെറുതാക്കിയിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാലഡിലേക്കൊക്കെ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു മീഡിയം എരിവുള്ള പച്ചമുളകായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാലഡിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ സാലഡിലേക്കുള്ള കുക്കുംബറും സവോളയും പച്ചമുളകും മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് കൈ കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ പച്ചമുളകും സവോളയും കുക്കുംബറും എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. ആ കുക്കുംബറിൻ്റെയും സവോളയുടെയും ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വരികയും ചെയ്യും. അത് ആ തൈരിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്പൂണും കൊണ്ടും മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ വീട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ തൈര് ഈ സാലഡിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയും